ഹലോ എല്ലാവർക്കും ടോക്സ് ഓൺ ബോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെതർ സ്ക്രാപ്പിംഗ് റോബോട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങളിതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ പ്ലേലിസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൗസർ ഓട്ടോമേഷൻ, സെൻഡ് ഇമെയിൽ ആക്ടിവിറ്റി, പിന്നെ CSV ആക്ടിവിറ്റീസും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാൻ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മൾ പാർട്ട് 1 ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ആദ്യം ഒരു ഇൻപുട്ട് ഡയലോഗ് ബോക്സ് വെച്ചു. യൂസറിനോട് ഏത് സിറ്റിയുടെ വെതറാണ് സ്ക്രാപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ പെർട്ടിക്കുലർ സിറ്റീനെ നമ്മൾ ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ചെയ്തു. അവിടെ കിട്ടിയ വാല്യൂ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ഒരു മെസ്സേജ് ബോക്സിൽ പ്രിൻ്റ് ചെയ്തിട്ട് വാല്യൂ കാണിച്ചു അല്ലേ. ഇനി നമ്മൾ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പോവുകയാണ്. മെയിനായിട്ട് നമ്മൾ ആദ്യം ഈ ഇൻപുട്ട് ഡയലോഗ് ബോക്സ് എടുത്തു കളയുന്നു. അതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ഫയലിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ സിറ്റി, വെതർ എന്ന് പറഞ്ഞ 2 കോളംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റിയുടെ അടിയിൽ 4 സിറ്റിയുടെ നെയിമും ആഡ് ചെയ്തിട്ടുണ്ട്: എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂർ, തൃശ്ശൂർ. ഇപ്പോൾ ഇവിടെ വെതർ എന്ന് പറഞ്ഞതിൻ്റെ നേരെ നമുക്ക് ഡാറ്റ ഒന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ UiPath റോബോട്ടിനെ വെച്ചിട്ട് നമ്മൾ ഓരോ സിറ്റിയിലെയും വെതർ 1 by 1 സ്ക്രാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ വെതർ എന്ന് പറഞ്ഞ വാല്യൂവിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഫൈനലി ഒരു പുതിയ CSV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ യൂസറിന് ഇമെയിലായിട്ട് സെൻഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ എയിം. ഇവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്? ആ CSV ഫയൽ റീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി അവൈലബിൾ ആണ്, റീഡ് CSV. ഈ ആക്ടിവിറ്റി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ 2 കാര്യങ്ങൾ കൊടുക്കണം. ഒന്ന് ഫയലിൻ്റെ പാത്ത്, അടുത്തത് ഔട്ട്പുട്ട് ഡാറ്റ ടേബിൾ. ഞാനിവിടെ പാത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് എൻ്റെ ഫയൽ കിടക്കുന്നത്. വെതർ ബോട്ട് ഇൻപുട്ട്, ഇതാണ് എൻ്റെ ഇൻപുട്ട് ഫയലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ CSV ഫയൽ മെൻഷൻ ചെയ്തു. അടുത്തതായിട്ട് ഈ റീഡ് ചെയ്ത ഡാറ്റേനെ നമ്മൾ എങ്ങോട്ട് സേവ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അതൊരു ഡാറ്റ ടേബിൾ വേരിയബിൾ ആയിരിക്കും. അതിനായിട്ട് Ctrl+K പ്രസ് ചെയ്യുന്നു. നമുക്ക് എന്ത് നെയിം കൊടുക്കാം? DT ഇൻപുട്ട്. അതിനുശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും, ഹാസ് ഹെഡേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്ത CSV ഫയലിന് ഓൾറെഡി ഹെഡേഴ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? സിറ്റി, വെതർ. അപ്പോൾ ഹെഡേഴ്സിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാസ് ഹെഡേഴ്സ് ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സിനാരിയോയിൽ ഹെഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ CSV നിന്ന് റീഡ് ചെയ്ത ഡാറ്റ ഈ ഡാറ്റ ടേബിൾ DT ഇൻപുട്ട് എന്ന് പറയുന്ന ഡാറ്റ ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലുള്ള സിറ്റി എന്ന് പറയുന്ന കോളത്തിൻ്റെ അണ്ടറിലുള്ള ഓരോ സിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇവിടെ കാണുന്ന ഈ ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യണം. അതായത് ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് സെർച്ച് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ നിന്ന് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം അതിനെ മെസ്സേജ് ബോക്സിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് ബോക്സിനെ ഇവിടെ നിന്ന് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. നമ്മൾ ഈ മെസ്സേജ് ബോക്സിൻ്റെ പാർട്ട് ഇനി ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൂടാണ് നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മാറ്റേണ്ടി വരിക. നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്നത് യൂസർ എന്താണോ ഇൻപുട്ടായിട്ട് തരുന്ന വാല്യൂ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമ്മുടെ CSV ഫയലിൽ എത്ര സിറ്റിയുടെ നെയിംസ് ഉണ്ടോ അങ്ങനെ ഓരോ സിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി അവൈലബിൾ ആണ്, ഫോർ ഈച്ച് റോ ഇൻ ഡാറ്റ ടേബിൾ. അപ്പം ഞാൻ ഈ ആക്ടിവിറ്റിനെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ അതിൻ്റെ ബോഡിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് തൊട്ട് ഗെറ്റ് ടെക്സ്റ്റ് ചെയ്യുന്ന ഇത്രയും ഏരിയാസ് നമ്മൾ ഈ ഫോർ ഈച്ച് റോ ഇൻ ഡാറ്റ ടേബിളിൻ്റെ ബോഡിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഫോർ ഈച്ച് റോ ഇൻ ഡാറ്റ ടേബിൾ നമ്മൾ ഏത് ഡാറ്റ ടേബിളിലാണ് ലൂപ്പ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഡാറ്റ ടേബിളിനെ മെൻഷൻ ചെയ്യുക, DT ഇൻപുട്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഡാറ്റ ടേബിളിൽ എത്ര റോ ഉണ്ടോ അത്രയും തവണ ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ CSV ഫയലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 സിറ്റീസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 തവണ ഈ ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ഈ ടൈപ്പ് ഇൻ ടു ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത്? വെതർ ഇൻ STR സിറ്റി. ഈ STR സിറ്റി എവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? യൂസർ ഇൻപുട്ട് തരുമ്പോൾ. ഇപ്പം നമുക്കത് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വേരിയബിൾ ഡിലീറ്റ് ചെയ്യാണ്. STR സിറ്റി എന്ന വേരിയബിൾ നമ്മൾ ഇനി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് പകരമായിട്ട് നമുക്കിവിടെ എന്ത് വാല്യൂ സെർച്ച് ചെയ്യണം? നമ്മുടെ കറണ്ട് ഡാറ്റ ടേബിളിലുള്ള സിറ്റി എന്ന് പറഞ്ഞ കോളത്തിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂ ആണ് നമുക്കിവിടെ സെർച്ച് ചെയ്യേണ്ടത് അല്ലേ.
അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കറണ്ട് റോ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ കറണ്ട് റോ എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ ഈച്ച് കറണ്ട് റോ ഇൻ DT ഇൻപുട്ട്. ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. കറണ്ട് റോ ഓഫ് ഏത് കോളമാണ്, നമ്മൾ കോളത്തിന് ഒരു സിറ്റി എന്നല്ലേ, സിറ്റി ഡോട്ട് ടു സ്ട്രിങ്. ഓക്കെ, ഞാൻ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, വെദർ ഇൻ കറണ്ട് റോ ഓഫ് സിറ്റി ഡോട്ട് ടു സ്ട്രിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ സിറ്റി ഏതാണ്, എറണാകുളം ആണെങ്കിൽ ഫസ്റ്റ് ലൂപ്പിൽ അവിടെ ഇതിൻ്റെ വാല്യൂ എറണാകുളം എന്നായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഓരോ ലൂപ്പിനനുസരിച്ചിട്ടും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നു, സ്ക്രീനിൽ വെദർ വരുന്നു. അത് നമ്മൾ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം STR വെദർ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യുക, നമ്മൾ ആദ്യത്തെ സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് അടുത്ത സിറ്റിക്ക് വേണ്ടിയിട്ട് സ്ക്രാപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അടുത്ത സിറ്റീൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ ടൈപ്പ് ഇൻറ്റു ആക്ടിവിറ്റിയാണ് ആദ്യം കിടക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഇൻറ്റു ചെയ്യാനുള്ള ഏരിയ ഓൾറെഡി നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഈ വെബ് പേജ് കൺസിഡർ ചെയ്യുക. നമ്മളിപ്പം വെദർ ഇൻ എറണാകുളം എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എറണാകുളത്തിൻ്റെ പേജിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തതായിട്ട് അടുത്ത സിറ്റിയുടെ നെയിം സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് ഗൂഗിളിൻ്റെ മെയിൻ പേജിലോട്ട് പോകണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഡാറ്റ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് ബട്ടൺ കൂടി ബോട്ടിലെ കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചാലേ അടുത്ത സിറ്റിയിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി ടൈപ്പ് ഇൻറ്റു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിൽ ഒരു ക്ലിക്ക് ആക്ടിവിറ്റി ആഡ് ചെയ്യുക. ക്ലിക്ക് ആക്ടിവിറ്റി ആഡ് ചെയ്തു, ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് ഈ ബാക്ക് ബട്ടണിലാണ്. നമ്മൾ ബാക്ക് ബട്ടൺ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ സെലക്ടർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ കുറേ ഡാറ്റ ഉണ്ട് ഈ സെലക്ടറിൽ. ടൈറ്റിൽ നോക്കിയാൽ ഇവിടെ വെദർ ഇൻ എറണാകുളം, അതേപോലെ തന്നെ കൺട്രോൾ നെയിമിൽ വെദർ ഇൻ എറണാകുളം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ. ഇപ്പോൾ നമുക്ക് എല്ലാ തവണയും എറണാകുളത്തിലെ വെദർ ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സിറ്റിയുടെ നെയിം ഉണ്ടോ അതൊക്കെ നമുക്കൊരു ആസ്റ്റിക്ക് വെച്ചിട്ട് വൈൽഡ് കാർഡ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വൈൽഡ് കാർഡ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തിന് പകരം അവിടെ വേറെ ഏത് നെയിം വന്നു കഴിഞ്ഞാലും നമ്മൾ സെലക്ടർ എററൊന്നും ഇല്ലാണ്ട് വർക്ക് ആയിക്കോളും. ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയൊരു സിറ്റിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമേഷൻ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് വാലിഡേറ്റ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മളിപ്പോൾ റീഡ് ചെയ്ത് വെച്ച ഡാറ്റ ടേബിളിൽ വെദർ എന്ന് പറയുന്ന കോളത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കറൻ്റ്ലി നമ്മൾ സ്ക്രാപ്പ് ചെയ്ത വെദറിനെ റൈറ്റ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ഡേറ്റ് റോ ഐറ്റം എന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. ഡാറ്റ ടേബിളിൻ്റെ അണ്ടറിൽ അപ്ഡേറ്റ് റോ ഐറ്റം, അതിനെ ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ വാല്യൂ എന്താണ് നമ്മുടെ വാല്യൂ, ഇവിടെ ഗെറ്റ് ടെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് അല്ലേ വെദറിൻ്റെ വാല്യൂ. അപ്പോൾ അതിനെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. STR വെദർ പ്ലസ് ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഡിഗ്രി സെൽഷ്യസ്. അടുത്തായിട്ട് റോ, നമ്മുടെ റോയുടെ നെയിം എന്താണ്, കറണ്ട് റോ. ഇവിടെ കോളം മെൻഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കോളം നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ കോളത്തിന് നെയിം കൊടുക്കാം. ഞാനിപ്പോൾ നെയിമാണ് കൊടുക്കുന്നത്, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വെദർ. ഇപ്പോൾ നമ്മൾ ഫോർ ഈച്ച് റോയിലും ഡാറ്റ സ്ക്രാപ്പ് ചെയ്തിട്ട് ആ ഡാറ്റ ടേബിളിനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെദർ കോളത്തിൽ. ഫൈനലി എന്ത് ചെയ്യണം, ഈ ഫോർ ഈച്ച് റോയിൻ ഡാറ്റ ടേബിൾ മൊത്തം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊരു CSV ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാനിതിന് ജസ്റ്റ് ഒന്ന് കൊളാപ്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇത് കംപ്ലീറ്റ് റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു റൈറ്റ് CSV ആക്ടിവിറ്റിനെ ആഡ് ചെയ്യണം. ജസ്റ്റ് റൈറ്റിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് CSV ആക്ടിവിറ്റി കാണാൻ പറ്റും CSVയുടെ അണ്ടറിൽ. അതിനിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. റൈറ്റ് ഫ്രം വിച്ച് ഡാറ്റ ടേബിൾ, DT ഇൻപുട്ട്. റൈറ്റ് ടു വാട്ട് ഫയൽ, നമുക്കിവിടെ ഫയൽ നെയിം കൊടുക്കാം ഒന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫയലിൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ ഫോൾഡറിൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ പ്ലസ് ഫയൽ നെയിം .csv എന്ന് കൊടുത്താൽ മതി ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്. ഇപ്പം ഞാനിവിടെ വെദർ ഔട്ട്പുട്ട് .csv എന്ന് മാത്രമാണ് നെയിം കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക, എൻ്റെ പ്രോജക്റ്റ് ഫോൾഡറിലായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഞാൻ എക്സ്ട്രാ പാത്തൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് ഫോൾഡർ ഏതാണോ അതിനകത്തായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫയൽ ക്രിയേറ്റ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇമെയിൽ സെൻഡ് ചെയ്യണം അല്ലേ. ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന SMTP മെത്തേഡാണ്.
സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സെയിം മെക്കാനിസം ആണ്. അപ്പോൾ നമുക്ക് UiPathൽ അതിനുള്ള ആക്ടിവിറ്റി അവൈലബിൾ ആണ്. സെൻഡ് SMTP മെയിൽ മെസ്സേജ്. ഞാൻ ഈ ആക്ടിവിറ്റി ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് 4 ഡാറ്റ കൊടുക്കാനുണ്ട്. ഒന്ന് 2, നമ്മൾ ആർക്കാണ് ഇമെയിൽ അയക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയാണ്. അടുത്തായിട്ട് സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? വെദർ റിപ്പോർട്ട്. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ഡേറ്റ് കൂടി ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലസ് ആഡ് ചെയ്യുക. ഡേറ്റ് ടൈം എന്ന് സെർച്ച് ചെയ്യുക. ഡേറ്റ് ടൈം ഡോട്ട് നൗ ഡോട്ട് ടു സ്ട്രിംഗ്. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റ കിട്ടും. അതായത് ഇപ്പോഴത്തെ ഡേറ്റ് എന്താണ്, ടൈം എന്താണ്, ഈ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ കേസിൽ നമുക്ക് ഡേറ്റ് മാത്രം മതിയല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏത് ഫോർമാറ്റിലാണ് നമുക്ക് ഡേറ്റ് പ്രിന്റ് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഫോർമാറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എനിക്കിപ്പോൾ മന്താണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് ഞാൻ MM നെക്സ്റ്റ് ഡേറ്റ് DD -YY. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഹൈഫണിന് പകരം സ്ലാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലാഷ് വരും. അതേപോലെ തന്നെ MM യൂസ് ചെയ്തതിന് പകരം DD ആദ്യം കൊടുത്താൽ ആദ്യം ഡേറ്റ് വരും, പിന്നെ മന്ത് വരും. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇത് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് ആ ഫോർമാറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വെദർ റിപ്പോർട്ട് സ്പേസ് ഡേറ്റ് ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ബോഡിയിൽ വേണ്ട ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് തന്നെ എഡിറ്റർ ഓപ്പൺ ആക്കുന്നു. കോട്ട്സിൻ്റെ അകത്ത് ഹലോ പ്ലീസ് ഫൈൻഡ് ദ വെദർ റിപ്പോർട്ട് ഫോർ ഡേറ്റും കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫയലിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. ജസ്റ്റ് അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ആർഗ്യുമെന്റ് കാണാമല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ എൻ്റയർ പാത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോർമലി വേറെ ഏതെങ്കിലും ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫയൽ പാത്ത് കൊടുക്കുക. നമ്മുടെ കേസിൽ നമ്മൾ പ്രൊജക്ട് ഫോൾഡറിൽ തന്നെയല്ലേ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഫയൽ നെയിം മാത്രം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫയൽ നെയിം എന്താ? ഇതല്ലേ, വെദർ ഔട്ട്പുട്ട് ഡോട്ട് CSV. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, അതിവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഡാറ്റ കൊടുത്തതിന് ശേഷം ഇവിടെ എററിൻ്റെ ഐക്കൺ കാണുന്നില്ലേ? അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് പോർട്ട് നമ്പർ. SMTP വഴി നമ്മളൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു പോർട്ട് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അത് നോർമലി കോമൺ ആയിട്ടുള്ള നമ്പറാണ് 587. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 587 തന്നെ കൊടുത്താൽ മതി. അടുത്തായിട്ട് സെർവർ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് Gmail ആണ് ഈ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് Gmailൻ്റെ സെർവറാണ് ഇവിടെ കൊടുക്കേണ്ടത്. smtp.gmail.com. അപ്പോൾ ഇതാണ് Gmailൻ്റെ SMTP സെർവർ. ഇതും കോമൺ ആണ്. അടുത്തതായിട്ട് എൻ്റെ ഇമെയിൽ ആൻഡ് പാസ്വേഡ്. ഇമെയിലൂടെ കൊടുക്കുന്നു. അടുത്തായിട്ട് പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ നമ്മുടെ Gmailൽ യൂസ് ചെയ്യുന്ന പാസ്വേഡ് കൊടുത്താൽ ഇവിടെ വർക്ക് ആവില്ല. മുൻപൊക്കെ നമ്മൾ നോർമൽ നമ്മുടെ Gmailൻ്റെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് കൊടുത്താൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വർക്ക് ആവുമായിരുന്നു. റീസെൻ്റ്ലി ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഗൂഗിളിൻ്റെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ആപ്സിൽ, അതായത് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് പാസ്വേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആപ്പ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ മാനേജ് അക്കൗണ്ടിൽ പോവുക. അതിനുശേഷം ആപ്പ് പാസ്വേഡ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ന്യൂ ഒരു ആപ്പ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മുടെ ആക്ടിവിറ്റി വർക്ക് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ആപ്പ് പാസ്വേഡ്സിൻ്റെ പേജാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ ഇവിടെ UiPath എന്ന് പറഞ്ഞൊരു ആപ്പിന് നെയിം കൊടുത്തിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാസ്വേഡിനെ ഡബിൾ കോട്ട്സിൻ്റെ അണ്ടറിൽ വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓട്ടോമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രൗസർ ഓപ്പൺ ആയി. ഫസ്റ്റ് സിറ്റി സെർച്ച് ചെയ്തു, അതിനുശേഷം ബാക്ക് വന്നു, നെക്സ്റ്റ് സിറ്റി സെർച്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 1 by 1 ഓരോ സിറ്റീസ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇൻബോക്സിലേക്ക് പോയി നോക്കാം. യെസ്, ഇവിടെ ഒരു ഇമെയിലും വന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് വെദർ റിപ്പോർട്ട്, പിന്നെ ഇന്നത്തെ ഡേറ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഫയലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതെ, ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് ഹലോ പ്ലീസ് ഫൈൻഡ് ദ വെദർ റിപ്പോർട്ട്, ഇന്നത്തെ ഡേറ്റ് 7/4/2023. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫയലും കൂടി അറ്റാച്ച് ആയിട്ടാണ് മെയിൽ സെൻഡ് ആയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ആൻസർ ഞാൻ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്തിട്ടോ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഈ ചാനലിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും കൂടി ഇത് ഷെയർ ചെയ്യുക. RPA റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സ് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോട്ട്സ് മലയാളം. താങ്ക് യു.